ഹലോ ഗായ്സ്. അപ്പോൾ ഫേക്ക് കൃഷ്ണഭക്തി ആയിട്ടുള്ള ജസ്ന സലീമിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും കൂടി നന്നായിട്ട് കൊടയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാനിവരെക്കുറിച്ച് ഇതിൻ്റെ മുന്നത്തെ 2 വീഡിയോസിലൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവരുടെ ഈ ഒരു കാര്യത്തിൽ അവരുടെ ചാനൽ അവർ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് അത്ര നല്ല എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഏതായാലും ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ഒരാൾ ഇവരെ ഫോൺ വിളിച്ച് ഇവരോട് സംസാരിക്കുന്നതും ഇവർ റിപ്ലൈ കൊടുക്കുന്നതുമായിട്ടുള്ള അവർക്കിടയിൽ നടന്ന ആ ഒരു കോൾ സംഭാഷണമാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ചാനലിൽ കയറി ആ വീഡിയോ കാണാവുന്നതാണ്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ ഈ പറയുന്ന ഒരു ഹസൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവരെ വിളിച്ചത്. അപ്പോൾ ഇവർ കോൾ അറ്റൻഡ് ചെയ്തു. ഇയാൾ പറഞ്ഞു, ഈ ഹസൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു അയാളൊരു യൂട്യൂബറാണ്. ആദ്യം ചോദിച്ചു, മനസ്സിലായില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആരോപണങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്, കേസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ മാന്യമായിട്ട് കാര്യം തുടങ്ങുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന ഇയാളോട് എന്തോ ഇവരെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരു വോയിസ് ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിരുന്നു. ഒരുപാട് കണ്ടിരുന്നു. ഞാൻ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് ഞാനും കേട്ടിരുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവർ നേരെ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്നിട്ട് അവർ തമ്മിൽ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജസ്നയെ ഇയാൾ വളരെ മാന്യമായിട്ട് നിങ്ങൾ എന്ന് വിളിച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ വഴക്കിൻ്റെ ഇടയിൽ ഈ ജസ്ന ഇയാളെ വിളിക്കുന്നത് നീ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ട് നിങ്ങൾ നീ എടാ പോടാന്നൊന്നും വിളിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജസ്ന പറയുന്നത് നിന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ജസ്ന പറയുന്നത്. അപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ്, നിങ്ങളുടെ സംസ്കാരമായിരിക്കും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ സംസ്കാരം, ജസ്ന സലീമിൻ്റെ സംസ്കാരമാണ് ജസ്ന സലീം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇവരുടെ കോൺവെർസേഷൻ ഒരുപാടുണ്ട്, വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പോകുന്നുണ്ട്. എനിക്ക് ഇതിലെ 2 ചോദ്യങ്ങൾ, ജസ്ന സലീം ഉന്നയിച്ച 2 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം, അതിനും കൂടിയാണ് ഞാൻ വന്നത്. അതായത് ഇവരെ എടുത്തു പിടിച്ച് ചോദിക്കുന്നുണ്ട്, നീ വലിയ മതം ഇയാളൊരു യൂട്യൂബറാണ്, ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ അഭിപ്രായം ഇയാളുടെ യൂട്യൂബിലൂടെയൊക്കെ ഇയാൾ അഭിപ്രായം പറയാറൊക്കെ ഉണ്ട്. ഇയാളെന്ന് വെച്ചാൽ ഇയാൾ വലിയ പണ്ഡിതനൊന്നുമല്ല, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സാധാരണ വ്യക്തി. അപ്പോൾ ഇയാളോട് ഇയാൾ ഈ ജസ്ന സലീം മുസ്ലിം, അതായത് ഇസ്ലാം മതത്തെയും മറ്റു മതങ്ങളെയൊക്കെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ ചോദിക്കാൻ തന്നെയാണ് ഇയാൾ വിളിച്ചതും. അപ്പോൾ ഇയാളുടെ മതത്തെ ഇവിടെ അപമാനിക്കുന്നുണ്ട്, അതൊക്കെ ചോദിക്കാൻ തന്നെയാണ് ഇയാൾ വിളിച്ചത്. അപ്പോൾ ഇയാളോട് ഇവൾ പറയുന്നത്, എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, അന്യ സ്ത്രീയായ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതും അത് വെച്ച് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെയാണ് ഈ പറയുന്ന ജസ്ന സലീം ഇവരോട്, ഈ പറയുന്ന ഹസൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബറോട് ഇയാളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജസ്ന സലീം മനസ്സിലാക്കേണ്ട കാര്യം, ഈ അന്യ സ്ത്രീ അന്യ പുരുഷൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റ് ഇസ്ലാമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ ഒരു സ്ത്രീയോട് തെറ്റായ രീതിയിൽ ആ സ്ത്രീയോട് പെരുമാറുകയും തെറ്റായ രീതിയിൽ ആ സ്ത്രീയെ നോക്കുകയും തെറ്റായ രീതിയിൽ ആ സ്ത്രീയെ സമീപിക്കുകയും, അതായത് മോശമായ രീതിയിൽ നോക്കുന്നതിനെയും പെരുമാറുന്നതിനൊക്കെയാണ് ഈ അന്യ സ്ത്രീ അന്യ പുരുഷൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റ് കൊണ്ട് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നോർമലായിട്ട് മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിന് ഈ സ്ത്രീകളുടെ മുഖത്ത് നോക്കാം, സ്ത്രീകളുമായിട്ട് ഇടപഴകാം, അതിലൊന്നും തെറ്റില്ല. ആവശ്യത്തിനായിരിക്കണം. തെറ്റായ രീതിയിലും അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഇവരോട് പെരുമാറുന്നതിനെയാണ് ഇസ്ലാം വിലക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ജസ്ന സലീം. ഇനി രണ്ടാമത്തെ കാര്യം, ഇയാളോട് ചോദിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് പണ്ഡിതന്മാരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹസൻ എന്ന് പറയുന്ന യൂട്യൂബറോട് ചോദിച്ച കാര്യം. അതിനുള്ള ആൻസർ ഞാൻ പറയാം. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവർ യൂട്യൂബിലൂടെ ഇസ്ലാം മത പണ്ഡിതന്മാർ അവരുടെ മതം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി മറ്റു മതസ്ഥരായിട്ടുള്ള പണ്ഡിതന്മാരാണെങ്കിൽ അവരുടെ മതം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണാത്തത് നമ്മുടെ കുറ്റമല്ല. ഇവരുടെ കോൺവെർസേഷനിൽ ഉടനീളം വഴക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഹസൻ എന്ന് പറയുന്ന വ്യക്തി, യൂട്യൂബറായിട്ടുള്ള ഹസൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ടാണ് ഇവരോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. അതായത് പോയിന്റാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം. എന്നാൽ ഈ പറയുന്ന ജസ്ന സലീം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയാളോട് ആക്രോശിക്കുകയാണ്. അതായത് ഇയാളുടെ തന്തയ്ക്ക് വിളിക്കുക, ഇയാളുടെ തള്ളയ്ക്ക് വിളിക്കുക, നീ ആരാടാ എന്നോട് ചോദിക്കാൻ, നീ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയാൻ ഞാൻ നിന്റെ ഭാര്യയോ പെങ്ങളോ ആണോ, ഇതൊക്കെയാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഒരാൾ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല ഒരു ഉത്തരം കൊടുത്താൽ അതിനെയാണ് മാന്യമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എടാ പോടാ വാടാന്ന് പറയുന്നതൊന്നും ഒരു ആധികാരികമായിട്ടുള്ള മറുപടിയല്ല.
ഇപ്പൊ നടക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കെതിരെ വരുന്ന ഈ ഒരു ആരോപണങ്ങളെക്കുറിച്ചും ഈ കേസിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെയൊക്കെ എന്താ പറയാനുള്ളത് എന്നാണ് ഇയാൾ ചോദിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ആൻസർ കൊടുക്കാതെ നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. ഇയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ട കാര്യം എന്താണ്? ആ വീഡിയോയുടെ അവസാനം ഈ ജസ്ന സലീം അയാളെ മതഭ്രാന്തനോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇവരോട് പറയുന്നുണ്ട്. അതിനോടും ഇവർക്ക് പുച്ഛമാണുള്ളത്. എനിക്ക് ഈ പറയുന്ന ഫോൺ ചെയ്ത ഈ വ്യക്തിയോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണല്ലോ, അപ്പോൾ നിങ്ങളൊരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിയമ നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ ഈ ഒരു കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് മുന്നേ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ. അതൊന്നും ഒരു എക്സ്പ്ലനേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇവർക്കിപ്പോൾ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ അണ്ണാക്കിലെ പിരിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എതിർക്കുന്നവരൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എന്നുള്ളത് ഇവരിപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർ എടുത്തിരിക്കുന്നത്. അല്ലാതെ കാര്യം പറയാന്നുള്ളതല്ല. എന്തെങ്കിലും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഒരു മറുപടി പറയാനല്ലാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ആൾക്കാരെ വന്ന് യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുക, അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃത്യമായ രീതിയിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അയാളെ കൃത്യമായിട്ടൊന്ന് പറയാൻ സമ്മതിക്കാതെ, വാ തുറക്കാൻ സമ്മതിക്കാതെ ജസ്ന സലീം എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അയാളെ പറഞ്ഞത് കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് അയാളുടെ വാ അടപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ അയാൾ പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ പറയാണ്, ഞാൻ അയാൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്, നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് മറുപടി കൊടുക്കാതെ മാന്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് അംഗീകരിക്കുക. അതല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ഒരാളും അംഗീകരിക്കുന്നില്ല. അത് നിങ്ങളുടെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരോടാണ്. ഇവരെ ഒരു കാരണവശാലും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോ ഒരു കാരണവശാലും നിങ്ങൾ ഇവരെ അടുപ്പിക്കരുത്. കാരണം ഇന്നലെ ഇപ്പോൾ വിഷു ആയിരുന്നു. ഇന്നലെ അവിടെ പോയിട്ട് ആ ഗുരുവായൂർ പോകുന്ന എന്തോ റോഡ് സൈഡിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, വിഷുക്കണിയൊക്കെ ഒരുക്കി വേറൊരു ഷോ. ഇതൊക്കെ ആരെ കാണിക്കാനാണോ നല്ലതാണ്? വെറുതെ ഇത്രയൊക്കെ ആയിട്ടും എനിക്കിതൊന്നും എന്താ പറയുക, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ആരൊക്കെയോ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണം.